ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 ജൂൺ 14 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: നീറ്റ് UG ഗ്രേസ് മാർക്ക് റദ്ദാക്കും. 1563 പേർക്ക് പുനഃപരീക്ഷ 23-ന്. കീമിൽ അവസരം. ജോസ സീറ്റ് വിവരങ്ങൾ വെളിപ്പെടുത്തി. ഇന്നത്തെ പത്രങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ എല്ലാ പത്രത്തിൻ്റെയും ഒന്നാമത്തെ പേജിൽ വിദ്യാഭ്യാസ വാർത്തയുടെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുകയാണ്: നീറ്റ് UG ഗ്രേസ് മാർക്ക് റദ്ദാക്കും. 1563 പേർക്ക് പുനഃപരീക്ഷ 23-ന്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ നിർദ്ദിഷ്ട സമയം ലഭിക്കാത്ത 1563 വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച ഗ്രേസ് മാർക്ക് റദ്ദാക്കും. പരീക്ഷയിൽ ലഭിച്ച യഥാർത്ഥ മാർക്ക് ഇവരെ അറിയിക്കുമെന്നും പുനഃപരീക്ഷയ്ക്കുള്ള അവസരം നൽകുമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു. വീണ്ടും പരീക്ഷ എഴുതാൻ താൽപ്പര്യമില്ലെങ്കിൽ മെയ് 5-ന് നടന്ന പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ഇല്ലാതെ ലഭിച്ച സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ റാങ്ക് നിർണയിക്കും. നീറ്റ് UG പരീക്ഷയിൽ മുഴുവൻ സമയം ലഭിക്കാത്തതിന് ഗ്രേസ് മാർക്ക് അനുവദിച്ചത് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജി സുപ്രീം കോടതി അവധിക്കാല ബെഞ്ച് പരിഗണിച്ചപ്പോഴാണ് ദേശീയ പരീക്ഷാ ഏജൻസി നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ശുപാർശകൾ കേന്ദ്രം കോടതിയിൽ അറിയിച്ചത്. പുനഃപരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നും പരീക്ഷ ജൂൺ 23-ന് നടത്തി 30-നുള്ളിൽ ഫലം പ്രസിദ്ധീകരിക്കുമെന്നും NTA അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ജൂലൈ 6-ന് നിശ്ചയിച്ചിട്ടുള്ള കൗൺസിലിംഗ് നടപടികൾക്ക് തടസ്സമില്ലെന്നും വ്യക്തമാക്കി. മറ്റൊരു വാർത്ത വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുകയാണ്: കീമിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാം. പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഈ അധ്യയന വർഷം പ്രവേശനത്തിനായി നിശ്ചിത സമയത്തിനകം കീമിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചു. ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കാണ് പുതുതായി അപേക്ഷിക്കാൻ അവസരം. കീം 2024 മുഖേന എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് ഇതിനകം ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവർക്ക് ആവശ്യമെങ്കിൽ പ്രസ്തുത അപേക്ഷയിൽ കൂട്ടിച്ചേർക്കാനും അവസരമുണ്ട്. നാറ്റ പരീക്ഷയിൽ നിശ്ചിത യോഗ്യത നേടിയവർക്കും ആർക്കിടെക്ചർ, BArch കോഴ്സിനും നീറ്റ് UG പരീക്ഷയിൽ നിശ്ചിത യോഗ്യത നേടിയവർക്ക് മെഡിക്കൽ അനുബന്ധ കോഴ്സിനും അപേക്ഷിക്കാം. 19-ന് വൈകിട്ട് 6 മണി വരെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇതിനുള്ള സൗകര്യം ലഭിക്കും. നിലവിൽ രജിസ്റ്റർ ചെയ്തവർക്ക് അവരുടെ അപേക്ഷകളിൽ മതിയായ രേഖകൾ കൂട്ടിച്ചേർക്കുന്നതിന് പിന്നീട് അവസരം നൽകുമെന്നും അറിയിക്കുന്നു. കീം പരാതികൾ 15 വരെ നൽകാം. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ ഉത്തരസൂചികയിലെ പരാതികൾ അയക്കുന്നതിനുള്ള അവസാന തീയതി 15-ന് വൈകിട്ട് 5 വരെ നീട്ടി. മറ്റൊരു വാർത്ത പറയുന്നു: ജോസ സീറ്റ് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. ഈ വർഷം പ്രവേശനം നേടാവുന്ന എല്ലാ സീറ്റുകളുടെയും കൃത്യവിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. IIT, NIT, IIIT തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഓരോ ബ്രാഞ്ചിലും ഓരോ കാറ്റഗറിയിലുമുള്ള ലഭ്യമായ സീറ്റുകളുടെ എണ്ണം josa.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ചോയ്സുകൾ നൽകി കഴിഞ്ഞവർക്ക് 18-ന് വൈകിട്ട് 5 വരെ അത് പരിഷ്കരിച്ച് സമർപ്പിക്കാനും സൗകര്യമുണ്ട്. ചോദിച്ചിട്ടില്ലാത്ത സീറ്റിൽ ഒഴിവുണ്ടെങ്കിൽ പോലും പ്രവേശനത്തിന് പരിഗണിക്കില്ല എന്നും അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.